So in the last video we have discussed some of the ways or how we can overcome the resistance to change in an organization. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കണ്ടത്. അപ്പം ഇതുവരെയുള്ള ലിങ്കുകളെല്ലാം കാണുക. If you have any doubts, please message in the WhatsApp link that is mentioned in the description box. ഇതിൽ തന്നെ പ്ലേലിസ്റ്റും ഉണ്ട്. Okay, so we can move on to the next question, that is discuss some conflict resolution techniques. What are the strength and weakness of each techniques? അപ്പോൾ ഇതും എനിക്കൊരു കുട്ടി ഫോർവേഡ് ചെയ്ത് തന്നാണ് ഫോർ ദ ആൻസർ. സോ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ്റെ ടെക്നിക്സ്. ഇപ്പം കോൺഫ്ലിക്ട്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എത്ര ടൈപ്സ് കോൺഫ്ലിക്റ്റ് ഉണ്ട്? 4 ടൈപ്പ് കോൺഫ്ലിക്ട്സാണ് ഉള്ളത്. ഇൻറ്റർ പേഴ്സണൽ കോൺഫ്ലിക്റ്റ്, ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്റ്റ്, ഇൻറ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. അങ്ങനെ 4 ടൈപ്പാണ് മെയിൻലി നമ്മുടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുക. അപ്പോൾ ഈ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓർഗനൈസേഷനെ അത് എഫക്റ്റ് ചെയ്യും. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യും. ഓർഗനൈസേഷനിൽ ഓരോ ആൾക്കാരുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ടു ബി സ്റ്റഡീഡ് ആൻഡ് ഇറ്റ് ഈസ് ടു ബി റെഡ്യൂസ്ഡ്. എങ്ങനെയെങ്കിലും നമുക്ക് കോൺഫ്ലിക്റ്റ് കുറച്ചാൽ മാത്രമേ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സം റെസൊല്യൂഷൻ ടെക്നിക്സ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, ദാറ്റ്സ് ഓൾ. So the first is, what is meant by conflict management technique? These are practice of recognizing and dealing with the dispute in a rational, balanced and effective way. എന്തൊരു ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അതിനെ റാഷണലിയും ബാലൻസ്ഡ് ആൻഡ് എഫക്റ്റീവ് വേയിൽ സോൾവ് ചെയ്യുക. സോ ഫോളോയിങ് ആർ ദ ടെക്നിക്സ് that we use. First one is collaborating or I win you win policy. First conflict management technique ആണ് collaborating, that is I win you win. ഞാൻ ജയിക്കുന്നു നിങ്ങളും ജയിക്കുന്നു വെച്ചാൽ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ചെയ്യാം. അതിനെയാണ് കൊലാബറേറ്റിംഗ് എന്ന് പറയാം. So this involves an attempt to work with other person to find a win-win solution to the problem in hand. That is the one that most satisfies the concern of both parties. രണ്ട് പാർട്ടിക്ക് ഒരേപോലെയുള്ള ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു കോൺഫ്ലിക്റ്റിന്. സോ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തും. രണ്ടു പേർക്ക് നഷ്ടമില്ല, വിൻ വിൻ ഔട്ട്കം ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്റ്റ് ഉണ്ടാവും. പിന്നെ ഭാവിയിലുള്ള കൊലാബറേഷൻസ്, ഭാവിയിലും ഇതുപോലെ കോൺഫ്ലിക്ട്സ് ഉണ്ടായ കൊലാബറേഷൻസിന് ഒരു സാധ്യതയുണ്ട്. പിന്നെ ഔട്ട്കമ്മിൻ്റെ റിസൾട്ട് എന്താ, രണ്ട് പേരുടെയും ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ ഔട്ട്കം ഈക്വൽ ഷെയറിങ് ആയിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. സോ ഒരു നല്ല നെഗോസിയേറ്റർ എന്ന പേരും വരും. ഇഫ് ഐ ആം എ പേഴ്സൺ who is the negotiator between two parties, if I can bring a collaborative conflict management, then I can be told to be a good negotiator. ഞാൻ നല്ല നെഗോഷിയേറ്റർ ആയിരിക്കും. ഇനി ഇതിൻ്റെ കുഴപ്പങ്ങൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ വെൻ ടൈമിങ് ഈസ് ക്രൂഷ്യൽ. വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇത് ഇച്ചിരി ക്രൂഷ്യലായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും പ്രാക്ടിക്കലി. ആൻഡ് ഇറ്റ് റിക്വയർസ് ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഓൾ പാർട്ടീസ്. രണ്ട് പാർട്ടീസിൻ്റെ സമ്മതത്തോടെ മാത്രമല്ലേ നടക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ ടൈമും എനർജിയൊക്കെ കുറേ വേസ്റ്റ് ആകുകയും ചെയ്യും. അതുപോലെ വേറൊരാളുടെ വിശ്വാസം എടുത്ത് ചിലപ്പം ഒരാളെ പറ്റിക്കുന്ന രീതിയിലും ആകാം ഈ കൊലാബറേറ്റീവ് മെത്തേഡ്. സോ ദിസ് ഇസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ ഫസ്റ്റ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്, ദാറ്റ് ഇസ് കൊലാബറേറ്റിംഗ്. Second one is compromising, that is win some lose some. So you bend I bend. രണ്ട് പേരും കുറച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ, വിൻ സം ലൂസ് സം. So compromising looks for an expedient and mutually acceptable solution which partially satisfied both parties. രണ്ട് പാർട്ടീസും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, എന്നാലും രണ്ട് കൂട്ടരും കുറച്ച് ഒഴിഞ്ഞു കൊടുത്ത് ഓക്കെ ഞാനിത് ചെയ്യാം, പക്ഷെ നീ ഇത്രയും കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന രീതിയിൽ രണ്ട് പാർട്ടീസിനും കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് കോംപ്രമൈസിങ് എന്ന് പറയാം. സോ ഇതിൽ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ ആയിരിക്കും, പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്താം, അല്ലേ? പ്രാക്ടിക്കലാണ്. ടൈം ഫാക്ടറുള്ള, ടൈമിന് സമയമില്ലാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഈ ഒരു കോംപ്രമൈസിങ് ആയിരിക്കും കുറച്ചുകൂടെ പ്രാക്ടിക്കൽ. ടെമ്പററി സൊല്യൂഷൻസ് ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പെർമനൻ്റ് അല്ല, ടെമ്പററി സൊല്യൂഷൻസ് ആയിരിക്കും. പിന്നെ ടെൻഷനൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. വലിയ ടെൻഷനോ സ്ട്രെസ്സൊന്നും എടുക്കാതെ തന്നെ കോൺഫ്ലിക്ട്സ് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി റീറ്റെയിൻ ഇൻ ദ പ്രോസസ്. ചിലപ്പോൾ ഒക്കെ അതെല്ലാം ഡീറെയിൽഡ് ആയി പോകും. വാല്യൂസും ഒബ്ജക്റ്റീവ്സും ഒക്കെ അതിൻ്റെ ഇടയിൽ മറന്നു പോകാം. പിന്നെ നല്ല രീതിയിൽ മോണിറ്ററിങ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പാർട്ടി ആയിരിക്കും ചിലപ്പോൾ ഗ്രീവ് ചെയ്യുന്നത്, രണ്ട് പാർട്ടിയും ലൂസ് ആവുന്നുണ്ടാവില്ല. പിന്നെ ഇനീഷ്യൽ ഡിമാൻഡ്സ് ചിലപ്പോൾ രണ്ട് പാർട്ടിക്കും ഭയങ്കര വലുതായിരിക്കും. ഇല്ല, ഞാൻ മാറത്തില്ല, എനിക്ക് ഈ തീരുമാനം തന്നെ വേണ്ടതുള്ളൂ എന്നൊരു പാർട്ടി പറയുന്നു. അതേപോലെ മറ്റേ പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സായി മാറും. ദെൻ ഇറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ബിൽഡിംഗ് ട്രസ്റ്റ് ഇൻ ദ ലോങ് റൺ. മറ്റേതിൽ
രണ്ട് കൂട്ടരും കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് ആർക്കും ലൂസ് ചെയ്യുന്നില്ല. സോ ദർ വിൽ ബി ദാറ്റ് റിലേഷൻഷിപ്പ് വിൽ ലാസ്റ്റ് ഫോർ എവർ. പക്ഷെ ഇവിടെ രണ്ട് കൂട്ടരും കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ട് റിലേഷൻഷിപ്പിന് അത്ര ലൈഫ് ഉണ്ടാവണമെന്നില്ല. തേർഡ് ഇസ് അക്കോമഡേറ്റിംഗ് ഓർ സ്മൂത്തിങ്. ദാറ്റ് ഇസ് ഐ ലൂസ് യു വിൻ. എനിക്ക് നഷ്ടം വരും, നിങ്ങൾ ജയിക്കുന്നു എന്ന രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാം ഞാൻ. ഓക്കെ, സാരമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യില്ലേ, അതിനെയാണ് അക്കോമഡേറ്റിംഗ് എന്ന് പറയുക. സോ അക്കോമഡേറ്റിംഗ് ദ കൺസേൺസ് ഓഫ് അതർ പീപ്പിൾ ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് റാദർ ദാൻ മൈ ഓൺ കൺസേൺ. ഞാൻ എൻ്റെ കാര്യത്തിനേക്കാളും കൂടുതൽ വേറൊരാളുടെ കാര്യത്തിന്. ഇപ്പോൾ ഞാനും എൻ്റെ ഞാനൊരു എംപ്ലോയർ അല്ലെങ്കിൽ മാനേജർ, എനിക്കൊരു സബോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ സബോർഡിനേറ്റ് പറഞ്ഞ കാര്യമൊക്കെ സമ്മതിച്ചേക്കാം, ഞാൻ പറഞ്ഞതൊക്കെ സാരില്ല എന്ന് വെക്കാം എന്നൊരു കണ്ടീഷനെയാണ് അക്കോമഡേറ്റിംഗ് എന്ന് പറയാം. സോ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചില ഇമ്പോർട്ടൻറ്റ് ഇൻട്രസ്റ്റുകൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കും, ചില അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് വെറുതെ വിടുന്ന ഒരു സിറ്റുവേഷനാണ് കാണുക. പിന്നെ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് പല പല ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. ചില ആംഗിൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞതായിരിക്കാം ശരി, പക്ഷെ വേറൊരു ആംഗിളിൽ നോക്കുമ്പോൾ അതർ പാർട്ടി പറഞ്ഞായിരിക്കാം ശരി. അങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട്. ദെൻ ഇതിൻ്റെ പ്രശ്നം ഇതാണ്, ദർ ഇസ് എ റിസ്ക് ടു ബി അബ്യൂസ്. ചിലപ്പോൾ ഒരു ഒപ്പണൻറ്റിനെ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം, ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരാളുടെ മേലെ അഡ്വാൻറ്റേജ് എടുക്കാനാവാം. ഞാനിപ്പോൾ ഒരു എംപ്ലോയർ ആണ്, മാനേജർ ആണെങ്കിൽ എപ്പോഴും ആ ഒരു സബോർഡിനേറ്റ് എന്ത് ചെയ്യും, ഈ ഒരു കാര്യം മുതലെടുത്ത് ചെയ്യാനൊരു ചാൻസ് കൂടുതലാണ്. ദെൻ മേ നെഗറ്റീവ്ലി എഫക്റ്റ് യുവർ കോൺഫിഡൻസ് ഇൻ യുവർ എബിലിറ്റി ടു റെസ്പോൺസ് ടു ആൻ അഗ്രസീവ് ഒപ്പണൻറ്റ്. ഒരു നല്ല അഗ്രസീവായിട്ടുള്ളൊരു ഒപ്പണൻ്റെ അടുത്ത് പിന്നെ ഒരു അഭിപ്രായം കൊണ്ട് ചെല്ലാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ബിക്കോസ് അവിടെ എപ്പോഴും അക്കോമഡേറ്റ് നമ്മൾ തന്നെ സമ്മതിക്കേണ്ടി വരും. അയാൾ അത്രത്തോളം സംസാരിക്കുന്ന അഗ്രസീവായിട്ടൊരു ഒപ്പണൻ്റ് ആയതുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾക്കൊരു വില ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാനൊരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിനെ ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം പിന്നെയും ഉണ്ടാവുകയാണ് ഞാനും എംപ്ലോയറും തമ്മിൽ എങ്കിൽ ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ വിൻ വിന്നിലേക്ക് എത്താൻ പറ്റുകയില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ ഇതേപോലെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. യു വിൻ ഐ ലൂസ് എന്ന കണ്ടീഷനിൽ തന്നെ നിൽക്കേണ്ടി വരും. അതും ഒരു പ്രശ്നമാണ്. സോ ദീസ് ആർ ദ മേജർ ഡിഫക്ട്സ് ഓഫ് എ അക്കോമഡേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോമ്പീറ്റിംഗ് സിസ്റ്റം. കോമ്പീറ്റിംഗ് ഒരു ടെക്നിക്കാണ്. കോമ്പീറ്റിംഗ് എന്ന് വെച്ചാൽ ഐ വിൻ യു ലൂസ്. ഞാൻ പറയുന്നത് മാത്രം, നീ പറയുന്ന ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ പറയുകയാണ്. കോൺഫ്ലിക്റ്റ് റെസോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണം, എന്നാൽ ഈ പ്രശ്നം തീർക്കാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് കോമ്പറ്റിംഗ് എന്ന് പറയുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോഴ്സിങ്. നമ്മൾ നിർബന്ധിച്ച് നമ്മുടെ വശത്തേക്ക് ആക്കുകയല്ലേ, അതുകൊണ്ട് അതിനെ ഫോഴ്സിങ് എന്ന് പറയും. കോമ്പീറ്റിംഗ് ഓർ ഫോഴ്സിങ്. സോ ആൻ ഇൻഡിവിജ്വൽ ഫേംലി പെർസ്യൂ ഹിസ് ഓർ ആൻ കൺസേൺ ഡിസ്പൈറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് അതർ പേഴ്സൺ. മറ്റേ എന്തൊക്കെ പറഞ്ഞാലും അതിനൊന്നൊരു ചെവി കൊടുക്കാതെ നമ്മുടെ ഗോൾസ് ആണ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ കൺസേൺ ആണ് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് വിൻ ചെയ്തേ പറ്റുള്ളൂ എന്നൊരു കൺസെപ്റ്റിൽ നിൽക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനെയാണ് കോമ്പീറ്റിംഗ് എന്ന് പറയുക. സോ ഇതിന് ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് സൊല്യൂഷനൊക്കെ കിട്ടും ഒരു കോൺഫ്ലിക്റ്റിന്. അതേപോലെ നല്ലൊരു എസ്റ്റീം, നമ്മൾ പറയുന്നത് മാത്രം നടക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര എസ്റ്റീം ലുക്കായിരിക്കും, എക്സ്ട്രീം കൂടും നമ്മുടെ സെൽഫ് എസ്റ്റീം. പക്ഷേ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ അത് ബ്രേക്ക് ചെയ്യും. ഞാനും എൻ്റെ ഒപ്പണൻ്റ് തമ്മിൽ പിന്നെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ബിക്കോസ് അവർക്ക് അറിയാം ഞാൻ ഫോഴ്സ്ഫുള്ളി സമ്മതിപ്പിച്ചതാണ് ഒരു കാര്യം എന്നതുകൊണ്ട് അവർ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ, പിന്നെ ആ ഒരു കോൺഫ്ലിക്റ്റിനെ നമുക്ക് കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല ഇങ്ങനെ സോൾവ് ചെയ്യുന്നതുകൊണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ആൻഡ് ദ ലാസ്റ്റ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക് ഓർ റിസോൾവിംഗ് ടെക്നിക് ഈസ് അവോയ്ഡിങ് ഓർ വിഡ്രോവൽ. നോ ലൂസേഴ്സ് നോ വിന്നേഴ്സ്. അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ വിഡ്രോവൽ ചെയ്യുക, ഇതിന് രണ്ടിനും തീരുമാനമില്ല എന്ന രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുന്നു അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റിനെയാണ്, ആ കോൺഫ്ലിക്റ്റിനെ ആണ് നമ്മൾ അവോയ്ഡിങ് ഓർ വിഡ്രോവൽ ടെക്നിക്ക് എന്ന് പറയാം. സോ ഹിയർ ദ പ്രോസസ് ദാറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ വെറുതെ ഒരാളെ ഫോഴ്സ് ചെയ്യുകയോ നിർബന്ധിച്ച് ഒരു കാര്യം സമ്മതിപ്പിക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് വേണ്ടാത്ത സമയത്ത് അതിനെ പോസ്റ്റ്പോൺ ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ ഒരു ഓപ്ഷനുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സും ഒരു നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഭാവിയിൽ കുറച്ചുകൂടി അർജൻറ്റ് ഇഷ്യൂ ആകുകയാണ് ഈ മാറ്റർ എങ്കിൽ അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊരു ഫെസിലിറ്റി ഉണ്ട്, ടൈം ഫെസിലിറ്റി ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഇനി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ചിലപ്പോൾ ലേറ്റ് ആയി പോകാം. ഇങ്ങനൊരു നോ വിനേഴ്സ് നോ ലൂസ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആരും വിട്ട് വീഴാനില്ലെങ്കിൽ എന്ത് പറ്റും, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഈ പോസ്റ്റ്പോൺ ചെയ്ത് അത് വളരെ വേഴ്സ് ആവും. ചില കേസുകൾ കോടതിയിലൊക്കെ കേസുകൾ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോകും. ബിക്കോസ് ബോത്ത് പാർട്ടീസ് ആർ നോട്ട് ഇനഫ് ടു പ്രൊഡ്യൂസ് ദ എവിഡൻസ് എന്ന സിറ്റുവേഷനിൽ. അതുപോലെ തന്നെ ഇവിടെ അവോയ്ഡൻസ് വരുമ്പോൾ നമ്മുടെ പോസ്റ്റ്പോണ്ടൻസ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കാരണമാവുന്നുണ്ട്. സോ ദീസ് ആർ ദ മേജർ
conflict resolution techniques and the strength and weakness of each technique. The pros and cons is just strength and weakness തന്നെയാണ്. Okay, so this is the first question. Second question is, what are the functional and dysfunctional consequences of the organization culture? The same student ആണ് ഇതും കൂടെ ഫോർവേഡ് ചെയ്ത് തന്നത്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഓർഗനൈസേഷൻ കൾച്ചർ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന് കുറേ ഫങ്ഷൻസും ഉണ്ട്, ഡിസ്ഫങ്ഷൻസും ഉണ്ട്, അതായത് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ? The first function is that it has a boundary defining role. That means that culture helps to create the distinction between one organization with other. ഒരു കൾച്ചർ ഉള്ളപ്പോഴാണ്, ഒരു ഓർഗനൈസേഷൻ കൾച്ചർ ഉള്ളപ്പോൾ one organization differs from other in that sense. അപ്പോൾ ഒരു ഡിഫറൻസിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Second, culture helps to create a sense of identity for the organization members. Organization members ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. That is another benefit. Then it facilitates the generation of commitment to something larger than the one's own interest. ഓർഗനൈസേഷൻ്റെ കൾച്ചറിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിനായിരിക്കും നമ്മൾ വില കൊടുക്കുന്നത്. പ്രയോറിറ്റി ചേഞ്ച് ചെയ്യും, മെമ്പേഴ്സിലേക്ക് നമ്മുടെ പ്രയോറിറ്റി മാറുന്നത് കാണാം. Then it enhances the social system stability. ദാറ്റ് ഈസ് എംപ്ലോയീസ് എങ്ങനെ ചെയ്യണം, എന്താണ് സൊസൈറ്റിക്ക് നല്ല രീതിയിൽ എങ്ങനെ വർക്ക് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും ബൈ ഓർഗനൈസേഷൻ കൾച്ചർ. എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ്, വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ്, ഇതെല്ലാം പഠിപ്പിക്കാൻ ഈ ഒരു ഓർഗനൈസേഷൻ കൾച്ചറിന് സാധിക്കും. ദെൻ it serves as a sense-making and control mechanism that guides and shapes the attitude and behavior of the employees. എംപ്ലോയീസിൻ്റെയും അതുപോലെ നമ്മുടെ വർക്കേഴ്സിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ, പേഴ്സണാലിറ്റി എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യാൻ പറ്റും ലൈക്ക് ദിസ് ഓർഗനൈസേഷൻ കൾച്ചർ, ബിക്കോസ് ദേ ആർ ഹാവിങ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻ വിച്ച് ആർ ടു ബി ഫോളോഡ് ബൈ ദ മെമ്പേഴ്സ്. അപ്പോൾ ഡേ ടു ഡേ അവർ അതേ കാര്യം ഫോളോ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ, അവരതിലേക്ക് അക്വസ്റ്റഡ് ആവും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് റിവാർഡ്സും പ്രൊമോഷൻസും ഒക്കെ കൊടുക്കുമ്പോൾ they will automatically stick on to the culture. So these are the major advantages of having an organization culture. The first one is it creates a difference from one organization to another. Then it is create a sense of dignity or identity for the individual members of the group. Then ഒരാളുടെ ഇൻട്രസ്റ്റ്, വൺസ് ഓൺ ഇൻട്രസ്റ്റിനേക്കാളും we give more importance to the social or the cultural societal cultural or the organization culture. Then social system stabilityക്ക് കാരണമാവുന്നുണ്ട്. ബിക്കോസ് ഒരു എങ്ങനെ എന്ത് സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് പറയണം, ചെയ്യണം, വർക്ക് ചെയ്യണം, അങ്ങനെയുള്ള ഡൂസ് ആൻഡ് ഡോൺസ് എന്താണ്, ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നു. ആൻഡ് ലാസ്റ്റ് ദേ ഹെൽപ്പ് ഇൻ ഗൈഡിങ് the attitude and behavior of the employees in total. So these are the functions and the functions of organization culture. ഇതുപോലെ ഡിസ്ഫങ്ഷൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഇതിന് പ്രശ്നങ്ങളുണ്ട്. ഓർഗനൈസേഷൻ കൾച്ചർ കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ബാരിയേഴ്സ് ടു ചേഞ്ച്. ഇപ്പം എംപ്ലോയിയുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുന്നതല്ല, അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും. ആ കൺസിസ്റ്റൻസി ചിലപ്പോൾ നല്ലതാണ്, പക്ഷെ ചിലപ്പോൾ അത് മോശമാണ്. ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ കൾച്ചറിൽ ചേഞ്ചസ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ സ്വഭാവം മാറ്റാത്തതാണെങ്കിൽ ഇറ്റ് വിൽ ബാഡ്ലി എഫക്റ്റ്. അവർ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബാഡ്ലി എഫക്ട് ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ഓക്കെ, സോ ഒരു സ്ട്രോങ് കൾച്ചർ ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ, ദാറ്റ് ഇസ് ഓർഗനൈസേഷൻ വിച്ച് ഹാവ് സ്ട്രോങ് കൾച്ചർ which proved successful in the past can lead to the failure in future when these culture do not match with the changing environmental needs. നമ്മുടെ കൾച്ചറും ഇപ്പോഴത്തെ ട്രെൻഡുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇടിയാം. So that is one of the dysfunction. Second, the barrier to diversity. That is, strong culture put a load pressure on the employees to perform at the accepted values and styles of the organization. നമ്മുടെ ഒരു പുതിയ എംപ്ലോയീസ് പല റേസിൽ നിന്നും പല റിലീജിയനും വന്നവരായിരിക്കും. അപ്പോൾ അവരൊക്കെ ഫിറ്റ് ആകുക, ഈ ഒരു ഓർഗനൈസേഷനെ ഫിറ്റ് ആക്കി എടുക്കുക, ഇറ്റ് ഈസ് വെരി ഹാർഡ്. ഓക്കെ, അവിടെയുള്ള വാല്യൂസും സ്റ്റൈൽസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡൈവേഴ്സിറ്റി ഫ്രം ഡിഫറെൻറ്റ് പ്ലേസ്, ഡിഫറെൻറ്റ് റിലീജിയൻ, എവറിത്തിങ് വിൽ ബി ഡിഫറെൻറ്റ്. ദാറ്റ്സ് വൈ. And the third obstacle or the dysfunction is a barrier to the mergers and acquisition. That is, culture ചിലപ്പോൾ merger ചെയ്യാനും acquisitionനും ഒക്കെ ഒരു തടസ്സമായി മാറാം. ചില കമ്പനികളുടെ മീൻസ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. വി കാൺട്ട് ഹാവ് ഇറ്റ് വിത്ത് അതർ ഓർഗനൈസേഷൻ. ഇപ്പോൾ മേജർ IBM ആയിട്ട് ചേരുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ വി നോ ദാറ്റ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IBM. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാവണം. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ഡിസ്ഫങ്ഷൻസ് ഓഫ് എ organization culture, like barrier to change, barrier to diversity, and barrier to merger and acquisition.
So these are the two questions that was given by one of the students. So I am forwarding the same question to them too. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ കയറുക, ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഏതെങ്കിലും ക്വസ്റ്റൻ ആൻസർ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ നമ്മളുടെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണുക. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ, ഐ എം ഷുവർ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നുവെച്ചാൽ പിന്നെ നെക്സ്റ്റ് എക്സാമിനും ഉള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, സോ ഗ്രൂപ്പ് ആരും മറക്കേണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ യൂട്യൂബ് ലിങ്കും അതുപോലെ ഗൂഗിൾ ലിങ്ക് മീൻസ് വാട്സപ്പ് ലിങ്കും ഉണ്ട്. സോ ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് ജോയിൻ ദ ഗ്രൂപ്പ് സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ദ അപ്ഡേറ്റ്സ് ഓൺ ദ വീഡിയോസ്. അതേപോലെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ ഹിയറിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.